ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ കഴിഞ്ഞ ദിവസം പല ദിവസങ്ങളായി ലത്തീൻ പള്ളിയിലാണ് കുർബാനയ്ക്ക് പോകുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ ചെന്നപ്പോൾ എൻ്റെ സ്നേഹിതരെല്ലാം എന്നെ പറഞ്ഞിട്ട് ചോദിച്ചു, നിങ്ങളുടെ പ്രശ്നങ്ങൾ തീരൂലേ? ഞാൻ പറഞ്ഞു, തീരേണ്ട സമയത്ത് തീരും, പക്ഷെ തീരാതിരിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവരോട് പല ചോദ്യങ്ങളും ചോദിച്ചു. ആ ചോദ്യത്തിനൊന്നും അവർ വ്യക്തമായ മറുപടി നൽകിയില്ല. ചോദ്യം ഇങ്ങനെയാണ്, അതായത് ഈ മാർപ്പാപ്പ ലത്തീൻകാരനാണല്ലോ, മാർപ്പാപ്പയുടെ ചിത്രങ്ങൾ വലിച്ചു കീറി കത്തിച്ച് ചവിട്ടി അരച്ച് കത്തിച്ചു. ഒരാൾക്കും, ലത്തീൻകാർക്ക് ആർക്കും പരാതിയില്ല. ഇനി സാന്ദ്രപിതാവ് ലത്തീൻകാരനാണല്ലോ, അദ്ദേഹത്തിൻ്റെ കോലം കത്തിച്ചു, പരസ്യപ്പെടുത്തി അവർ തന്നെ കത്തിച്ചവർ തന്നെ. ലത്തീൻകാരും ആക്ഷൻ എടുത്തില്ലല്ലോ, അവർക്കെന്താ മിണ്ടാന്നാവില്ല. ഇനി വാസിൽ പിതാവ് ഇവിടെ വന്നു. സിൽവാസ് പിതാവ് വന്ന സമയത്ത് അദ്ദേഹത്തെ കൂക്ക് വിളിച്ചു, അദ്ദേഹത്തെ വളരെ മൃഗീയമായ രീതിയിൽ, ഏറ്റവും മാർപ്പാപ്പയുടെ ഡെലിഗേറ്റ്, മാർപ്പാപ്പ പ്രതിനിധിയാണ് വന്നത്, എന്നിട്ട് ഒരു കുപ്പി എറിഞ്ഞു, തെറി വിളിച്ചു, ഊക്ക് വിളിച്ചു. അദ്ദേഹം പരിശുദ്ധ കുർബാന കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തെ അപമാനിച്ചു. ചോദിക്കാൻ, ഇതൊക്കെ ലത്തീൻകാരല്ലേ, ചോദിക്കാൻ ലത്തീൻകാർക്ക് എന്താ നാവില്ലേ? ഫ്രാൻസിസ് പിതാവ്, ചുള്ളിക്കാട് ഫ്രാൻസിസ് പിതാവ് അമേരിക്കയിൽ പിതാവായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ആയിരുന്നു ഭരണകുളങ്ങര പിതാവെന്ന് വിളിക്കാൻ പറ്റുമെങ്കിലും പിതാവ് തന്നെ, എന്ത് ചെയ്യാൻ പറ്റും, വിളിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. പിതാവ്, അദ്ദേഹം സെക്രട്ടറി ആയിരുന്നു. ആ റോമിൻ്റെ തീരുമാനമാണ് ആണും തമ്മിലും പെണ്ണും തമ്മിലും കല്യാണങ്ങൾ നടത്താൻ പാടില്ല. അന്ന് അമേരിക്കയിൽ വെച്ച് ഈ പിതാവ്, ഫ്രാൻസിസ് ചുള്ളിക്കാട് പിതാവ്, ഇത് പ്രസംഗിച്ചപ്പോൾ ഭരണകുളങ്ങര ഒറ്റ കൊടുത്തിട്ട് ഒബാമയുമായിട്ട് ബന്ധപ്പെട്ട് ഒബാമയെ കൊണ്ട് മാർപ്പാപ്പയെ വിളിപ്പിച്ചു. ഒബാമ വിളിച്ചിട്ട് പറഞ്ഞു, അങ്ങനെ ചുള്ളിക്കാട് പിതാവിനെ അവിടെ നിന്ന് മാറ്റിയിടരുത്. പ്രിയപ്പെട്ടവർ, ഇങ്ങനെ പാര വയ്ക്കുന്ന ഈ വരം, ഇത് പരിശുദ്ധാത്മാവിൽ നിന്നാണോ അതോ പിശാചിൽ നിന്നാണോ? പാരാവരം എനിക്ക് അറിഞ്ഞൂടാ. ഇനി അദ്ദേഹത്തെ അവിടുന്ന് മാറ്റിയിട്ട് കർദിനാളാക്കാനായിട്ടുള്ള ആ കർദിനാൾ തിരുസംഘത്തിൻ്റെ അദ്ദേഹത്തെ കർദിനാളാക്കാനുള്ള എല്ലാ നടപടികളും നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെയും ചെന്ന് ഇദ്ദേഹം പാരവെച്ചു. അങ്ങനെ ആ പദവിയിൽ നിന്ന് മാറേണ്ടി വന്നു അദ്ദേഹത്തിന്. അപ്പോൾ അദ്ദേഹം ഇറ്റലിലുണ്ട്, പിതാവായി തന്നെ ഇരിക്കുകയാണ്. ഞാൻ പറയും, ഇങ്ങനെയുള്ള പാരാവരമുണ്ട്. ഇനി ലത്തീൻകാർക്ക്, ഞങ്ങൾക്ക് നട്ടലില്ല, ഞങ്ങൾക്ക് സുറിയാനിക്കാർക്ക് നട്ടലുണ്ടായിരുന്നെങ്കിൽ ഈ പള്ളിയിലൊന്നും ഈ കോമാളിത്തരം കാണിക്കില്ല, അടിച്ച് ചെപ്പിക്കുറ്റടിച്ചിലേക്ക് മുട്ടുംകാലം എല്ലിയൊടിച്ച് കളയുമായിരുന്നു. ഞങ്ങൾക്ക് നട്ടലില്ല. ലത്തീൻകാർക്ക് നട്ടലുണ്ടല്ലോ. അവരുടെ 13 പിതാക്കന്മാർക്കെതിരെ വ്യാജരേഖ ചമച്ചിട്ട് നിങ്ങളുടെ വായുധ പടം തിരികെ വെച്ചേക്കണം ആരെങ്കിലും. എന്താ മിണ്ടാത്തത്? അപ്പോൾ ഇതൊക്കെ എന്തിൻ്റെ അജണ്ടയാണെന്ന് മനസ്സിലാക്കണം. എന്തിൻ്റെ അജണ്ടയാണ്? ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് ഞാൻ പറയുന്നു, സിനഡ് ഒരു തീരുമാനമെടുക്കും. ഒരു കുർബാനയ്ക്ക് വേണ്ടി, ഒരു ബലിയർപ്പണത്തിന് വേണ്ടി, ഒരു ശുദ്ധീകരണത്തിന് വേണ്ടിയാണ് ബലിയർപ്പിക്കാൻ പോകുന്നത്. ആ ബലിയർപ്പിക്കാൻ ഞങ്ങളുടെ ഇടവകയിൽ, കൊച്ചാൽ ഇടവകയിൽ, ഞാൻ കുരമാവുകാരനാണ്, പേര് അമൽ എന്നാണ്. ഈ കൊച്ചാൽ ഇടവകയിൽ പോയി ഒരു ബലിയർപ്പിക്കാൻ സാധിക്കുന്നില്ല. ഈ പരിസരത്ത് എങ്ങും ഒരു പരിശുദ്ധ ബലി ഇല്ല. പോണെങ്കിൽ കാക്കലാട് പോകണം. ഇപ്പോൾ അവിടെയും അടച്ചുപൂട്ടിക്കപ്പെട്ടു. എന്തു ചെയ്യാനാണ്? ഞങ്ങൾക്ക് എവിടെ പോയി ഒരു ബലിയർപ്പിക്കും? നിങ്ങൾ സഭ ഇല്ലിസെറ്റ് എന്ന് പ്രഖ്യാപിച്ചു. ഇല്ലിസെറ്റ് എന്ന് പറഞ്ഞാൽ ഇല്ലീഗൽ തന്നെയാണ്. അവിടെ പോയി ഇനി എങ്ങനെ ഞങ്ങളൊരു ബലിയർപ്പിക്കും? ഞങ്ങൾ സഭയെ വിട്ടുപോകണം. ഈ കുറച്ച് പേർക്കെതിരെ 1% പോലും ഇല്ലാത്ത 99 വിട്ട് ഒന്നിൻ്റെ പുറകെ പോകുന്ന കർത്താവ് യേശുവിനെ പറയുന്നത്, ഈ 99 1% ഇല്ല, 1% ഇല്ല, 1/4% പോലും ഇല്ലാത്ത കുറേ എംബോക്കികൾ അവർ കാണിച്ചു കൊടുത്ത കോലാഹലത്തിൻ്റെ പുറകെ നിങ്ങൾ പേടിച്ചെന്തിനായിരിക്കണത്? അപ്പോസ്തലന്മാർ പേടിച്ച് മുറിക്കുള്ളിൽ ഇരുന്നെച്ചെങ്കിൽ ഇന്ന് സഭ ഇത്ര ആകുമായിരുന്നു. ഈ അപ്പോസ്തലന്മാരുടെ അവർക്ക് കിട്ടിയ ആത്മാവ് തന്നെയല്ലേ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്?
നിങ്ങൾ എന്തുകൊണ്ട് ആക്ഷൻ എടുക്കുന്നില്ല? നിങ്ങൾ എന്തുകൊണ്ട് തീരുമാനം എടുക്കുന്നത്? ഇങ്ങനെ കുറേ പേരെ തമ്മിൽ തല്ലിക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് ഇടവരുന്നത്? സ്വന്തം കുടുംബാംഗങ്ങൾ, ബന്ധുമിത്രാദികൾ, യൂണിറ്റിലുള്ളവർ എല്ലാം പരസ്പരം ഭിന്നിച്ച് പോയി. ഇതിന് ഉത്തരവാദി ആരാണ്? സിനഡ് പിതാക്കന്മാരാണ്. ഒരു സംശയമില്ല. അതിന് തീരുമാനമെടുക്കണം. ഈ തീരുമാനമെടുത്തിട്ട് ഇങ്ങനെ കള്ളപ്രവാചകന്മാരെ വെച്ച് വളർത്തിയിട്ട് തീരുമാനമെടുക്കണം. ഇവർ 100-300 പേര് ഇവിടുന്ന് പോയി ഓർത്തിട്ട് കത്തോലിക്ക സഭ ഒന്നും ഇല്ലാതാകുന്നില്ല. കത്തോലിക്ക സഭ കൂടുതൽ വളരുള്ളൂ. ഞാൻ പ്രോമിസ് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഈ താടിയും മുടിയും വെച്ച് നടക്കില്ല. ഒരിക്കലും. ഞാൻ ബൈബിൾ എൻ്റെ കർത്താവ് ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയെന്ന് പറയില്ലേ, ബൈബിള് എൻ്റെ കയ്യിലിപ്പില്ല. എന്നാലും ഞാനൊരു കുരിശ് പിടിച്ച് പറയാം. ഈ 350, 450, 500 പുറത്താക്കിയാലും ശരിയാണ്, ഈ സഭ വളരുള്ളൂ. ധൈര്യമായി തീരുമാനമെടുക്കുക. ഞങ്ങളൊപ്പമുണ്ട്. പ്രൈസ് ദി ലോർഡ്.